ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വിജയ് പൊളിറ്റിക്കൽ എൻട്രി, മൈ തോട്ട്സ്. വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തളപതി വിജയ്, തമിഴ് സിനിമയിലെ ലീഡിങ് ആക്ടേഴ്സിൽ ഒരാൾ, തമിഴ് സിനിമാ വ്യവസായത്തിൻ്റെ നട്ടെല്ല്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന നടന്മാരിൽ ഒരാൾ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ജനപ്രിയരായ ഹീറോസിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരം. അങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. കരിയറിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും അതിന് പേര് കൊടുത്തതും. ഫെബ്രുവരി 2-നാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രകാരമാണ് തമിഴക വെട്രി കഴകം. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ വെട്രിയായിരുന്നു. 1984 പുറത്തിറങ്ങിയ വെട്രി. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം അതിൽ അഭിനയിച്ചത്. ആ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊടുക്കുകയാണ്, തമിഴക വെട്രി കഴകം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ജേണിയെക്കുറിച്ച് നോക്കുമ്പോൾ 2009-ലാണ് അദ്ദേഹം തൻ്റെ ഫാൻസ് അസോസിയേഷനെ വിജയ് മക്കളിയക്കമാക്കി മാറ്റിയത്. അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ഫാൻസ് അസോസിയേഷനെ വിജയ് മക്കളിയക്കമായി മാറ്റി. അപ്പോൾ തന്നെ രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. ഒരുപക്ഷെ ഇത് ഫ്യൂച്ചറിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ ഒരു ലെവലിലേക്ക് വന്നാലോ എന്ന് അപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തോന്നി. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ എതിർപ്പുകൾ വരാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് 2010 അദ്ദേഹത്തിൻ്റെ സിനിമയായ കാവലന് നേരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇതിന് മുന്നോടിയായിട്ടായിരുന്നു. പിന്നീട് 2011 അദ്ദേഹം ADMKയ്ക്ക്, അതായത് ജയലളിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ജയലളിത വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം 2013 ജയലളിതയുടെ കണ്ണിലെ കരടായി അദ്ദേഹം മാറുകയും തലൈവ ചിത്രം, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് നേരെ പ്രശ്നങ്ങളുണ്ടാവുകയും തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുവാൻ ലേറ്റാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് ശേഷമാണ്, വേൾഡ് വൈഡ് റിലീസ് ചെയ്തിട്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തെന്ന് തോന്നുന്നു. വലിയ വിഷയമായിരുന്നു അതൊക്കെ. പിന്നീട് അതേ വർഷം തന്നെ 2013 തമിഴ് സിനിമയുടെ 100ാം വാർഷികാഘോഷം, 100 വർഷമായതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ അത് ജയലളിതയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. അവിടെ ലീഡിങ് ആക്ടേഴ്സിനെല്ലാം മുൻപന്തിയിൽ സീറ്റ് ഒരുക്കുകയും എന്നാൽ വിജയെ മാത്രം പുറകിലിരുത്തുകയും ചെയ്തു, അവമാനിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി സംഭവങ്ങൾ. പിന്നീട് 2014 അദ്ദേഹം തൻ്റെ ചിത്രമായ കത്തിയിലൂടെ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതും, അതായത് 2G സ്പെക്ട്രം അഴിമതി കേസ്, അതിനെതിരെ ഡയലോഗ് വെച്ച് DMK സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നീട് 2017 തൻ്റെ ചിത്രമായ മെർസലിലൂടെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. GST പരാമർശമൊക്കെ അത് വൻ വിവാദമാവുകയും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ വരെ അദ്ദേഹത്തിന് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു, ട്രോളുകൾ നേരിടേണ്ടി വന്നു. ജോസഫ് വിജയ് എന്നുള്ള പേരിന് പോലും അദ്ദേഹത്തെ കളിയാക്കി, മതത്തിൻ്റെ പേരിൽ പോലും അദ്ദേഹത്തെ BJP നേതാക്കൾ വേട്ടയാടുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് 2018 സർക്കാർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും ADMK സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ വൻ പ്രശ്നങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വലിച്ചു കീറുകയും അദ്ദേഹത്തിൻ്റെ ഫാൻസിനെയൊക്കെ അടിച്ചോടിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് 2020 അദ്ദേഹം തൻ്റെ മാസ്റ്റർ ചിത്രീകരണത്തിനിടയ്ക്ക് അദ്ദേഹത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോകുന്നതും അത് വലിയൊരു ന്യൂസായിരുന്നു. പിന്നീട് നെയ്വേലി സെൽഫി, ഫാൻസിനൊപ്പമുള്ള നെയ്വേലി സെൽഫി സംഭവത്തിന് ശേഷം ഒക്കെ വലിയ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ പിന്നീട് 2021 ഇലക്ഷനിൽ അദ്ദേഹം സൈക്കിൾ ചവിട്ടിപ്പോയതും അതും വലിയൊരു കോലിളക്കമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ വിജയും രാഷ്ട്രീയവും എപ്പോഴും കൂടപ്പുറപ്പായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന് ഓരോ മൂവ്മെൻറ്റും വാച്ച് ചെയ്യുകയായിരുന്നു രാഷ്ട്രീയക്കാർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെതിരെ കൊടുക്കുന്ന പ്രശ്നങ്ങളും റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്തതും പിന്നീട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അദ്ദേഹം റിലീസ് ചെയ്യുന്നതും പടം ഹിറ്റാവുന്നതും അങ്ങനെയൊരു രീതിയിലായിരുന്നു ഇത്രയും നാളും. പിന്നീട് അദ്ദേഹം തൻ്റെ സിനിമ ഓഡിയോ ലോഞ്ചിൽ പൊളിറ്റിക്സ് പറയുകയും, ഓഡിയോ ലോഞ്ചിൽ മാത്രം പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ട് ആഡിയോ ലോഞ്ച് അർസിയൽവാദി എന്നുള്ള കളിയാക്കലുകളൊക്കെ തമിഴ് മീഡിയാസ് അദ്ദേഹത്തിനെ കളിയാക്കുമായിരുന്നു. അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ, അങ്ങനെ വർഷങ്ങളായിട്ട് അദ്ദേഹവും രാഷ്ട്രീയവും തമ്മിൽ ഇങ്ങനെ കൂടിക്കലർന്നു പോവുകയായിരുന്നു. ഒടുവിൽ ഫെബ്രുവരി 2-ന് അദ്ദേഹം തൻ്റെ പാർട്ടി പ്രഖ്യാപിച്ചു. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് MGR ആണെന്ന് പറയാം. കാരണം MGR ആണ് സിനിമയിൽ നിന്നും ഒരു സൂപ്രധാനമായി നിൽക്കുമ്പോൾ, പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ പിന്നീട്
രാഷ്ട്രീയത്തിലേക്ക് വരികയും CM ആവുകയും ചെയ്തത്. പിന്നീട് വിജയകാന്തും ഇതുപോലെ കരിയറിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരികയും പ്രതിപക്ഷ നേതാവ് ആ ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. വേറെ ആർക്കും വലിയധികം ഒന്നും നേടുവാനായിട്ടായി കഴിഞ്ഞിട്ടില്ല. കാരണം ശിവാജി ഗണേശൻ മത്സരിച്ചു, ഭാഗ്യരാജ് മത്സരിച്ചു, ശരത് കുമാർ മത്സരിച്ചു, അങ്ങനെ ഒത്തിരി പേർ, കമലഹാസൻ പോലും ഒത്തിരി പേരിങ്ങനെ വന്നെങ്കിലും ആർക്കും ശോഭിക്കാനായിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വിജയം വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളാണ് നിൽക്കുന്നത്. 2026 ഇലക്ഷനിൽ ഉറപ്പായിട്ടും മത്സരിക്കുമെന്നാണ് പറയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഒരു ഫെബ്രുവരി 2 തന്നെ ഇത് പാർട്ടി രൂപീകരിച്ചതും. അതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ സോഷ്യൽ സർവീസ് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. കാരണം ഈ തൂത്തുക്കുടി ഫ്ലഡിൽ എല്ലാവർക്കും വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുകയും അതോടൊപ്പം കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് 234 മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച 3 കുട്ടികളെ വെച്ച് 234 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുക്കുകയും അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുകയൊക്കെ ചെയ്തതുമൊക്കെ വളരെ അഭിനന്ദനാർഹമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നത്. സിനിമയിൽ മാത്രം രക്ഷകനായി മാറിയ, അല്ലെങ്കിൽ സിനിമയിലൂടെ രക്ഷകനായി മാറിയ തളപതിക്ക് രാഷ്ട്രീയത്തിലും രക്ഷകനായി മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.